അങ്ങനെ നമ്മുടെ പള്ളിയിൽ ഓണം വന്നു. അച്ഛൻ ഇതെന്തോന്നാ പറയുന്നേ? ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായില്ലേ? ഇവിടുത്തെ മറ്റു പള്ളിക്കാർ ഓണപ്പരിപാടികളും സദ്യയും നടത്തി വീഡിയോയും ഫോട്ടോസും കൊണ്ട് ഫേസ്ബുക്ക് നിറച്ചില്ലേ? നമുക്ക് മാത്രം ക്രിസ്മസ് തുടങ്ങാറായപ്പോഴാണ് ഓണം വന്നത്. എടാ, അത് നിനക്ക് ഇതുവരെ അറിയില്ല. പ്രവാസികളുടെ ഓണം എന്ന് പറയുന്നത് നാട്ടിലെ പോലെ ഒരു ദിവസത്തെ പരിപാടിയല്ല. അത് സമയവും സാഹചര്യവും അനുസരിച്ച് 1-2 മാസം വരെ നീളും. അത് ശരിയാ. ചുമ്മാ അതല്ല ഗൾഫച്ചായമാർ പൊതുവെ പറയുന്നത് ഞാൻ കുറച്ച് ഓണം കൂടെ ഉണ്ടിട്ടുള്ളതാണ് എന്ന്. ഓണം തുടങ്ങി മിക്കവാറും എല്ലാ ദിവസവും വൈകി ഓണസദ്യ കാണും. അപ്പോൾ കണക്കെടുത്ത വർഷത്തിൽ 10-20 ഓണമെങ്കിലും ഉണ്ണും. അതാ പണ്ട് ആരോ പറഞ്ഞിരിക്കുന്നത്. വയറിൻ്റെ പ്രശ്നവുമായി ഗൾഫിൽ വന്ന് ഇപ്പോൾ വയറ് തന്നെ ഒരു പ്രശ്നമായി നാട്ടിൽ മടങ്ങേണ്ടവനാ പ്രവാസി. പരിപാടി തുടങ്ങാറായിട്ട് നമ്മുടെ സെന്റ് തോമസ് സ്റ്റാർസിനെ ആരെയും കാണുന്നില്ലല്ലോ. വിഷമിക്കേണ്ട ജോണേ, ദാ വരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർ വൈസ് പ്രസിഡന്റ്. അച്ചായ, എന്നാ പറ്റി? എത്താൻ ലേറ്റ് ആയല്ലോ. എന്തോ പറയാനാ തോമാച്ച, ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോഴാ തിരുവല്ല പുലാത്തിൽ നിന്നൊരു വിളി ഉണ്ടായത്. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു പോയി, അതാ ലേറ്റായി പോയത്. ഓഹോ, അപ്പോൾ ഇപ്പോഴും മെത്രാപ്പോലത്തെ അച്ചായനുമായി ആലോചിച്ചാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇടയ്ക്ക് എപ്പോഴോ ആർക്കോ മറവി സംഭവിച്ചുവെന്നും ആരെയോ മറന്നുപോയെന്നും മറ്റും കേട്ടായിരുന്നു. അല്ല, അത് പിന്നെ ജോണേ, പുലാത്തിൽ നിന്ന് വിളിച്ചത് തിരുമേനിയുടെ കൂക്ക. ഈ പ്രാവശ്യം തിരുമേനി കുവൈറ്റിൽ വന്നിട്ട് പോയതിന് ശേഷം അവനും ഇങ്ങോട്ട് വരണമെന്നൊരു വലിയ ആഗ്രഹം. അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചായനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പണ്ടൊക്കെ പള്ളി പ്രോഗ്രാമിന് അച്ചായൻ ഒരു ക്യാമറയും പിടിച്ച് ഫോട്ടോ എടുക്കുന്നത് കാണാമായിരുന്നു. ഇപ്പം എന്നാ പറ്റി, അങ്ങനെ കാണാറില്ലല്ലോ. എൻ്റെ തോമാച്ച, പണ്ടൊക്കെ ഫേസ്ബുക്കും ഓർക്കൂട്ടും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചുമ്മാ മെമ്മറി ഇല്ലാത്തൊരു ക്യാമറയും പിടിച്ച് വെറുതെ ഫ്ലാഷ് അടിച്ച് നടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ അതുപോലെയായിരുന്നു. ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരനായി ഇവിടെ വന്നാൽ ആരെങ്കിലുമൊക്കെ വരും, ഫോട്ടോ എടുക്കും, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തോളും. നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ലൈക്കും കമൻസും ഒക്കെ കിട്ടുകയും ചെയ്യും. അതാരാ? നമ്മുടെ മണ്ഡലമല്ലേ വരുന്നത്? ഞാൻ വിചാരിച്ചു വല്ല ഫിലിം ഡയറക്ടറോ മറ്റോ ആണെന്ന്. അച്ചായനിയുടെ കുറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ടല്ലോ. ആണോടാ മോനെ? എന്ത് പറയാനാ, എല്ലാരും ഇങ്ങനെ ഇപ്പം പറയുന്നത്. അച്ചായൻ ഏതോ ചാനൽ തുടങ്ങുന്നതെന്നാ മറ്റോ കേട്ടായിരുന്നു. എടാ, ഈ ചാനൽ തുടങ്ങുന്ന ഞാനൊന്നുമല്ല. നമ്മുടെ സഭയെ ഈ പാവങ്ങളെ സഹായിക്കാനായിട്ട് ഒരു കൊച്ചു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ കുറച്ച് മാസത്തെയൊക്കെ പിടിച്ച് ഞാൻ ഈ ഗൾഫ് റീജിയൻ്റെ ചുമതല ഏറ്റെടുത്തു. പതുക്കെ ഒരു മെഗാ സീരിയലിൽ പിടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമ്മുടെ പള്ളിയിലെ പ്രോഗ്രാം എല്ലാം ഫ്രീ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യാം, അല്ലയോ? അത് പിന്നെ ഇല്ലാതിരിക്കുമോ? നമ്മുടെ പള്ളിക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ഉത്തരവാദിത്തമൊക്കെ എടുക്കുന്നത്. മിക്കവാറും നമ്മുടെ പള്ളി ആരാധന വരെ ഒരു ലൈവ് ടെലികാസ്റ്റ് നടത്താനുള്ള ശ്രമം ഞാൻ നടത്തും. അങ്ങനെയാണെങ്കിലേ പിന്നെ പള്ളിയിലെ തിരക്കങ്ങ് ഒഴിവാക്കാമല്ലോ. അപ്പൊ സ്തോത്ര കാഴ്ച അതൊക്കെ ഓൺലൈൻ ആക്കുമെന്ന്. പിന്നെ കുർബാന ഹോം ഡെലിവറി ആയിട്ടും അങ്ങ് ചെയ്യും. പിന്നെ ചാനൽ റേറ്റിംഗ് കൂടുന്നതനുസരിച്ച് സ്പോൺസേഴ്സും കൂടും, വരുമാനം കൂടും. അങ്ങനെ നമ്മുടെ പള്ളി ഒരു എമർജിങ് ചർച്ചായിട്ട് അങ്ങ് മാറും. നമ്മുടെ അടുത്ത കളി. എന്നാ പിന്നെ നമുക്ക് വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു കളയാം. എങ്ങാനും നടന്നാലോ നാട്ടിലെ എമർജിങ് കുറച്ച് കുവൈറ്റിലോട്ട് വരട്ടെ. അല്ല, ഇതിങ്ങനെ ഇട്ടാ മതി. അങ്ങോട്ട് ചെന്നാട്ട്, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ പഴയ സെക്രട്ടറിയാ, പറയുന്നത് കേൾക്ക്. ഞാനാണ് ഇപ്പോഴത്തെ ആള്, ചെയ്തെടുത്തോളം മതി. എന്നാ എന്ത് വേണേലും കാണിക്ക. എന്നാ പറ്റി? പഴയ സെക്രട്ടറി ആകെപ്പാടെ ദേഷ്യത്തിലാന്നല്ലോ. ഓ, ഇപ്പൊ അധികാരമില്ലാത്തതുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റാത്ത സ്ഥിതിയായി. ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ വയ്യ. ചേടാ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ആട്ടെ, അച്ഛൻ എന്താ പറഞ്ഞത്? അത് പിന്നെ സ്റ്റേജിന്റെ മുമ്പിൽ കസേരയെല്ലാം ഇടാതെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലോട്ടും സൈഡിലോട്ടും തിരിച്ചിട്ടിട്ട് അവിടെ 3-4 TV-യും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി. പിന്നെ നമ്മുടെ പള്ളിയിൽ ആവശ്യത്തിന് TV ഉണ്ടല്ലോ, വേണമെങ്കിൽ 1-2 എണ്ണം വെളിയിലും വെക്കാം. പ്രോഗ്രാം കാണുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി പറഞ്ഞതാ.
പഴയ സെക്രട്ടറിയുടെ ഇത്തരം ബുദ്ധിപരമായ ആശയങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന പുതിയ അധികാരവർഗത്തിനെതിരെ നമുക്കൊന്ന് പ്രതികരിച്ചാലോ? വേണമെങ്കിൽ ഒരു പ്രസ്താവനയോ ഒരു ഫ്ലാഷ് ന്യൂസോ ചാനലൊന്ന് കൊടുക്കാം. ചാനലൊന്ന് ശരിയാകട്ടെ, ഇതെല്ലാം നമുക്ക് ശരിയാക്കാമെന്ന്. ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. ഗൾഫ് റീജിയനിലെ ചാനൽ പ്രതിനിധിയായ കൗൺസിൽ അംഗമുള്ള ഏക പള്ളിയാണ് നമ്മുടെ പള്ളി. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അതിനിപ്പം നമ്മുടെ പള്ളിയിൽ ഇനി എന്തോ മാറ്റം വരുത്താനാ? ചാനലിൽ കൂടി ലോകം മുഴുവൻ നമ്മുടെ പള്ളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്കൊരു മടുപ്പുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഓരോ ആഴ്ചയും പള്ളിയുടെ ഇന്റീരിയർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഉദാഹരണത്തിന് ഈ ആഴ്ച മദ്ബാഹ ഇവിടെ ആണെങ്കിൽ അടുത്ത ആഴ്ച അവിടെ ആയിരിക്കണം. പിന്നെ പെയിന്റ് റെഡ്, ഗ്രീന്, യെല്ലോ അങ്ങനെ മാറി മാറി ഒരു വശത്ത് നിന്നും വലിച്ച് അപ്പുറത്തേക്ക് അടിക്കണം. നമ്മുടെ പള്ളി ആൾക്കാർ കണ്ട് ഞെട്ടണം. അങ്ങനെയെങ്കിൽ അച്ചായ നമുക്ക് ആരാധന മാറ്റി ഇടയ്ക്ക് ബിജു വള്ളൂരിൻ്റെ ഫ്യൂഷൻ ഡാൻസും ബിജി സ്റ്റീഫന്റെ ഫാഷൻ പരേഡും ആക്കിയാലോ? അതുടനെ ഉണ്ടല്ലോ. ആക്കിയതാണല്ലേ. കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവാൻ ഇപ്പോഴും ആൾക്കാർക്ക് മടിയാണ്. അതൊക്കെ പോട്ടെ, നമ്മുടെ കളമത്സരം എന്തായി? കളമത്സരം പിന്നെ അല്ലാതെ അപ്തവുമില്ല പൂവുമില്ല, പിന്നെ ബാക്കി കളമത്സരമല്ലയോ? ആഹാ, നമ്മുടെ ഭദ്രാസന പ്രതിനിധി എത്തിപ്പോയല്ലോ. എല്ലാവരും ഉണ്ടല്ലോ. നമുക്കിവിടെ ഒരു 3 ലൈറ്റും 2 ഫാനും കൂടി ഫിക്സ് ചെയ്താലോ? അതെന്തിനാ? ഇവിടെ ആവശ്യത്തിന് കാറ്റും വിളിച്ചോണ്ടല്ലോ. ഞാൻ എവിടെ ചെന്നാലും 2 ലൈറ്റ് എക്സ്ട്രാ ഇടും. അത് പഴയുള്ള ശീലമാണ്. ഭദ്രാസ മീറ്റിങ്ങിന് ബോംബെ ചെന്നപ്പോൾ അവിടെ കറണ്ട് ഇല്ല. അപ്പോൾ തന്നെ കറണ്ട് ശരിയാക്കി നമ്മുടെ വകയായി 2 ലൈറ്റും ഫിക്സ് ചെയ്തു. തിരുമേനി ഞെട്ടിപ്പോ. തിരുമേനി എന്തിനാ ഞെട്ടിയത്? അത് പിന്നെ എല്ലാം റെഡിയാക്കി അവിടെ സ്വിച്ച് ഇട്ടപ്പോൾ ഇനി തിരുവല്ല പുലാത്തീരിൽ വരെ കറണ്ട് പോയാൽ തിരുമേനിയല്ല സാക്ഷാൽ കർത്താവ് പോലും ഞെട്ടിപ്പോയി എന്നാണ് മീറ്റിങ്ങിന് ഇവിടെ നിന്നും പോയ മറ്റേ അസംബ്ലി അംഗം പറഞ്ഞത്. അതൊക്കെ അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാ. ഇപ്പൊ ഞങ്ങളുടെ മംഗലത്തിലോട്ട് വന്ന് നോക്ക്, അവിടെ മുഴുവനും ഭയങ്കര വെട്ടപ്രകാശമാണ്. അത് ശരിയാ. അച്ഛൻ ഇവിടെ വന്നുകൊണ്ട് അവിടുത്തെ ഇരുട്ട് മാറി. അത് നമ്മുടെ അച്ഛൻ പോകുന്നത്. മോനെ അവിടെ നിന്നിടാ. അച്ഛൻ എന്ത് ചെയ്യേ? ഇറങ്ങിയോ? അതെ അങ്കിളെ, അപ്പായ്ക്ക് പണ്ട് അപ്പ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സമരത്തിന് ബസ്സിന് കല്ലെറിയുന്നൊരു ഫോട്ടോ ആരോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓഹോ, അച്ഛനല്ലേ? പഴയ ഫോട്ടോ അല്ലേ? അപ്പം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യായിരിക്കും. അതെ അങ്കിളെ, നെറ്റ് ഭയങ്കര സ്ലോയാ. അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ വരും. അപ്പോൾ അച്ഛൻ പണ്ടേ ഏറ് തുടങ്ങിയതാണല്ലേ? ഇവിടുത്തെ ഏറ് കഴിയാറായി. ഇനി എവിടെയാ അടുത്ത ഏറ് ആർക്കറിയാം? നാടൻപാട്ടെന്ന് കൺവീനർക്ക് ചുമ്മാ പാതിരാത്രിക്ക് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഇതെല്ലാം എങ്ങനെ ഉണ്ടാകുന്നുവെന്നോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ. അച്ചായ എന്നാ പറ്റി? പ്രാക്ടീസ് കഴിഞ്ഞോ? പ്രാക്ടീസ് പരിപാടിയുടെ 2 ദിവസം മുമ്പ് നാടൻപാട്ടിൻ്റെ പ്രാക്ടീസ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ? ഇത് പാട്ട് സെലക്ട് ചെയ്യണം, 4 പാർട്സ് ഉണ്ടാക്കണം, ട്രാക്ക് ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും റജിയെ പറഞ്ഞ് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യിപ്പിക്കണം, സ്യൂട്ടും ടൈം വേണം, അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. പ്രാക്ടീസിന് ഇങ്ങോട്ട് വന്നാലോ ഇവിടെ ഒരു കല്യാണ വീട് പോലെ അങ്ങ് വർത്തമാനമാണ് ഇവിടെ. എനിക്ക് മതിയായി ഈ പരിപാടി. അത് നമ്മുടെ ജെസ്സി മേമി അല്ലയോ പ്രാക്ടീസിന് പോകുന്നത്? മിക്കവാറും എല്ലാവരും വന്നെന്ന് തോന്നുന്നു. ഇനി ഞാനങ്ങോട്ട് പോട്ടെ. കണ്ടില്ലേ, എന്തൊക്കെ പറഞ്ഞാലും എല്ലാ പരിപാടികൾക്കും നമ്മുടെ പള്ളിയിൽ ആളുകൾ സജീവമായിട്ടുണ്ട്. ആൾക്കാരുടെ എണ്ണത്തിലല്ല, ഐക്യത്തിലും ആത്മാർത്ഥതയിലുമാണ് കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കളിയായി പറഞ്ഞാലും ദൈവസ്നേഹത്തിൽ അടിസ്ഥാനമുള്ള വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ഇടവക ജനങ്ങൾക്കിടയിലുള്ളതാണ് നമ്മുടെ അനുഗ്രഹം. അതാണ് നമ്മുടെ ആഘോഷം. നമ്മുടെ കുടുംബം, നമുക്കൊരു കുടുംബം, സെന്റ് തോമസ് കുടുംബം.